ഈ കിച്ചു തന്നെയാണ്. ഈ കിച്ചു അറിയാവുന്നൊരു കാര്യമാണ്. ജാനുവരി 26 റിപ്പബ്ലിക് ഡേ ആണെന്നും ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആണെന്നോ സ്വാതന്ത്ര്യ ദിനാണെന്നോ മാനേജർ വേണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ BBC ഞാൻ ആരാണെന്ന് ചോദിച്ചവർക്കാണ്. ഇവൾ ആരാണ് ഇവർക്ക് മാനേജർ വെക്കാനെന്ന് ചോദിച്ചവരോടാണ് പറയുന്നത്. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടല്ലോ, നിങ്ങളൊന്ന് രേണുസുദിൻ സെർച്ച് ചെയ്താൽ മതി. എൻ്റെ അയ്യോ, ഇനി അവിടെ പോയിട്ട് നമ്മൾ നിന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. നമുക്കറിയാം നീ ആരാണെന്ന്. കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭാര്യയായിരുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ എലിവരിട്ടിയാണെന്ന് സ്വയം ഇരുന്നങ്ങ് പറഞ്ഞ് വലിയൊരു സംഭവം ആയിക്കൊണ്ട് അവിടെ ഇരുന്നാൽ മതി. ഒരു ഗുണവും ഇല്ല, ഒരു കാര്യവും ഇല്ല. മാനേജർ നിനക്ക് അത് നല്ലതാണ് കേട്ടാ. കാരണം വാ തുറന്നാൽ വീട്ടിൽ തന്നെ മാത്രം വിളമ്പുന്നത് നിനക്കൊരു മാനേജർ നല്ലതാണ്. വച്ചിരുന്നോ, ആവശ്യം വരും. പിന്നെ മോള് വായി തോന്നിയതും വിളിച്ചു പറഞ്ഞ്, നാക്കിന് എല്ലില്ലെന്ന് വെച്ചിട്ട് എന്ത് തോന്നിയാത്തം വിളിച്ചു പറഞ്ഞ് ആകെ ഇപ്പൊ വള്ളിയും പുള്ളിയും തെറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോവുകയാണ്. ജാമ്യമില്ലാ വകുപ്പിലോട്ട് അകത്തോട്ട് പോവാം. രാജ്യത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞേ ഏത് ആ മൂഡ്, ആ ഒരു അവസ്ഥയിലോട്ട് രേണു പൊക്കോണ്ടിരിക്കുകയാണ്. വന്ദേ മാരതം എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞ് നാടിനെ രാജ്യത്തിനെ അപമാനിച്ചു എന്നുള്ളൊരു സാധനം രേണുവിന് വീഴാൻ വലിയ താമസമൊന്നും വേണ്ട. മിക്കവാറും ഇത്ര ഇങ്ങനെ കുറുക്കൊക്കെ വരയ്ക്കും. വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് വിളിച്ച് പറയണത് നിർത്തണേ. അപ്പൊ ശരി, നമുക്ക് ജയിലിൽ വെച്ച് ഷിഞ്ചിതയുടെ കൂട്ടത്ത് കാണാം. ആയിക്കോട്ടെ. മനസ്സിലാവും എനിക്ക് മാനേജറെ വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആ ചോദിച്ചവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ആരാടാ ഇതിനോടൊക്കെ ഒന്ന് മാനേജർ വയ്ക്കാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ ചോദിക്കുന്നത്? വേറെ ജോലിയില്ലേ? ഇതിനെയൊക്കെ പറ്റിയിട്ട് ആരാണ് ചോദിക്കുന്നത്? കുറെ മീഡിയക്കാരുണ്ട് കേട്ടോ. അവന്മാർ കണ്ടന്റ് പോകുന്നതാണ്. ഓഫ് കോഴ്സ് അവരെ കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവന്മാർ കുറെ ചോദ്യങ്ങളുണ്ട് ചോദിക്കും. ചിരിക്കാനല്ലാണ്ട് എന്താ പറയാനാ? ഇവന്മാരാണെങ്കിൽ ഈ ചോദ്യം കൊണ്ട് ഇവൾക്കാണെങ്കിൽ ഇരിക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല. ആ ലെവലിലാണ് ഇവർക്ക് തിരിച്ചണ്ണാക്കി കിട്ടുന്നത്. എന്തായാലും മാനേജർ രേണു പുതിയ മാനേജറൊക്കെ വെച്ചത് നന്നായി. വയ്ക്കണം, വച്ചില്ലെങ്കിൽ വയ്ക്കണം, ഉടനെ തന്നെ വയ്ക്കണം. നിനക്കൊരു മാനേജറിന്റെ കുറവുണ്ടായിരുന്നു. ആയിക്കോട്ടെ, സജിനെ തന്നെ പിടിച്ച് നിർത്തുന്നു എന്നെ മാനേജറായിട്ട്. ചക്കിക്കൊത്ത ചങ്കരൻ. ഓഹോ, നിന്നെ പറ്റി കേൾക്കുന്നത് ഗോസിപ്പല്ല. അതായത് രേണു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ള നടന്മാർക്കൊക്കെ ഒരുപാട് 100-ലധികം ഗോസിപ്പുകൾ വരും. ഞാനും അതുപോലെ ഒരു നടൻ സെലിബ്രിറ്റി അല്ലേ, എനിക്കും വരില്ല ഗോസിപ്പ് എന്നാണ് രേണു പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ നിന്നെ പറ്റി വരുന്നതല്ല ഒറിജിനൽ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഗോസിപ്പ് അല്ല. അതും കൂടി മനസ്സിലാക്കണം. അത്രയുള്ള വ്യത്യാസം. ഗോസിപ്പ് വരാൻ പറ്റിയ ചാതാനം മിണ്ടാതിരുന്നോണം. റീച്ച് കിട്ടിയ എല്ലാവർക്കും റീച്ച് കിട്ടട്ടെ. അതിപ്പോ ഏത് കണ്ടന്റ് ഇട്ടാലും നമുക്ക് റീച്ച് ഉണ്ടാക്കാനുള്ള കണ്ടന്റാണ് റീച്ച് ഉണ്ടാക്കുക. അതുകൊണ്ട് നീ മാറി നിന്ന് മോങ്ങ്. സങ്കടം ഉണ്ടെന്ന് എനിക്കറിയാം. മാറി നിന്ന് കാര്യം എന്ത് തേങ്ങ പറയുന്ന എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ വലിയതായിട്ട് കാര്യമായിട്ട് ഉദ്ദേശിക്കും. നമുക്ക് വിഷയത്തിലോട്ട് തന്നെ വരണം. ഇനി ബിഷപ്പിനെ പറ്റിയിട്ട് പറയുന്ന കേട്ടോക്കാം. ഓക്കെ, അതായത് ഒരാൾ ഒരു സാധനം അന്ന് ഫ്രീ ആയിട്ട് തന്നപ്പോൾ നമ്മൾ വളരെയധികം സന്തോഷത്തോടെ വാങ്ങി. അതിനുശേഷം അയാൾ അതിനെ പറ്റിയിട്ട് കുറ്റം പറയുമ്പോൾ ഞങ്ങളുടെ മാനസികാവസ്ഥ, നിനക്ക് ഉളുപ്പുണ്ട് ഇല്ലെന്നറിയാം. വെറുതെ ചോദിച്ചാൽ ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കുന്നേ ഉള്ളൂ. നീ വേറെ തെറ്റിദ്ധരിക്കില്ല, നിനക്ക് ഉളുപ്പില്ലെന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് ഇരുന്ന് അവരെ നീയല്ലേടി സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് വലിച്ചു കീറി ഒട്ടിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ അടക്കം പറഞ്ഞ് ബിഷപ്പാമ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പച്ച അപരാധങ്ങൾ വിളിച്ച് പറഞ്ഞ് നീയല്ലേ അവരെയൊക്കെ എല്ലാവരും ചെളിവാരി അടിച്ചും കരിവാരി തേച്ചും നടന്നിട്ടുള്ള. എന്നിട്ട് ഉളുപ്പില്ലാണ്ട് വന്നിരുന്ന് വീണ്ടും കൊണ എന്ന് കുരയ്ക്കാൻ നാണമില്ലേ? ഇല്ലേ? എടേ, ആരെങ്കിലും ഇതിനകത്ത് പിടിച്ചോണ്ട് പോടേ. ദയവ് ചെയ്തിട്ട് എനിക്ക് വയ്യ ഇതിനെ കാണാൻ. ഒരുപാട് പേര് എനിക്ക് അയച്ചു തരുന്നു. അതിലെ നീ ഇത് കണ്ട ഇത് കണ്ട. നിങ്ങൾ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അയക്കണെന്ന് അറിയാം. അവളെക്കിട്ട് 2 മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അയക്കുന്നതെന്ന് എനിക്ക് അറിയാം. പക്ഷേ വിഷമം മനസ്സിലാക്കണം. ഇതൊക്കെ എൻ്റെ കണ്ണിൽ വീണ്ടും കാണണമല്ലോ, ഇതിനെ വീണ്ടും കാണണമല്ലോ, സഹിക്കണമല്ലോ. ഇതിനെ എൻ്റെ അവസ്ഥയെ കൂടി ഒന്നും മനസ്സിലാക്ക്. നിങ്ങൾ അയച്ചു തരുന്നതൊക്കെ കൊള്ളാം, നല്ല സ്നേഹത്തോടെ അയച്ചു തരണ. ഇവക്ക് 2 മറുപടി നീ കൊടുത്താലേ ശരിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി. ഇത്
മോള് നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ. ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു തുടങ്ങിയപ്പോ അത്യാവശ്യം വേർക്കുന്നുണ്ട് രേണു. വീശ് വീശ് വീശടി വീശ്. ഞാനും ഉണ്ടാകാതിരിക്കാനും ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇല്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് രേണുസുതി. എലിവരട്ടി സെലിവറിറ്റി ഇല്ലല്ലോ, സോറി സെലിവറേറ്റി സെലിവറേറ്റി. കഷ്ട, അതാരെയും കിട്ടിയില്ല. എല്ലാം കൊണ്ടും അടിപൊളി. എന്റെ 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 ഇനി അതിന്റെ ഇടയിൽ എന്തൊക്കെ കമന്റ് വരുമെന്ന് അറിയത്തില്ല. അറിയാൻ വേണ്ടി ഒന്നുമില്ല. നല്ലത് പറയുന്ന കമന്റ് വളരെ കുറവായിരിക്കും. പിന്നെ SP വ്ളോഗ് ഞാൻ ഇന്നലെ കണ്ടെത്തിയിട്ട് എനിക്ക് അറിയാവുന്ന ആളായിരുന്നു. ഇന്നലെ അവരെ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യം ആളെ മനസ്സിലായില്ല, ഇവരാണ് SP വ്ളോഗ് എന്ന് ഞാൻ ചിന്തിച്ചില്ല. പിന്നെ ഒരുപാട് പേര് എന്റെ കമന്റ് ബോക്സിൽ തന്നെ ഈ SP വ്ളോഗിന്റെ വീഡിയോ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ ഇൻസ്റ്റയിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. വളരെയധികം താങ്ക്സ് കേട്ടോ. ഞാനൊരു കാര്യം ഇങ്ങനെ അറിഞ്ഞോളെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വന്നിട്ട് അതിലേക്കാണ് ഇതാണെന്ന് പറഞ്ഞ് അയച്ചു തരുമ്പോൾ ആ ഒരു സന്തോഷം നമുക്കത് നമ്മുടെ വിജയം അതാണ്. അത് അത്രേ ഉള്ളൂ, വേറെ കൂടുതലൊന്നും ഇല്ല. അപ്പൊ രേണു പറഞ്ഞു വന്നത് എന്താണ് ബാ നോക്കട്ടെ. എല്ലാരും രേണുവിന് എപ്പോഴും കുറ്റം പറയണതിന് പാവല്ലേ, നമ്മളങ്ങനെ പറയാവോ? രേണു പറയടി. സുധിയുടെ വൈഫ് രേണുസുതി തന്നെയാണ്. നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം ബാ നോക്കാം. അടുത്ത ദിവസം എന്തിനാണ് സംഭവിക്കുന്നത് നോക്കാം. താലിയോ മിന്നോ ഫ്ലവറാ പുഷ്പ താഴത്തില്ല എന്തൊക്കെയോ പറയുന്നു കാര്യമായിട്ട്. മെഹറോ, അതായത് ചിലപ്പോൾ എന്നെ ഒരു മുസ്ലിം ആള് കല്യാണം കഴിച്ചേക്കാം എന്നുള്ളൊരു സാധനം ഇവിടെ ഇട്ടു കൊടുക്കുകയാണ്. ഇതിനിപ്പോ ചർച്ചയാവും. രേണുത മുസ്ലിം മതത്തിലോട്ട് മാറി മുസ്ലിം കല്യാണം കഴിക്കാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇട്ടു കൊടുക്കുന്നതാണ്. ഇതൊന്നും വലിയ വിഷയമില്ല. പക്ഷെ ഇവിടെ വന്ദേ ഭാരതം വിളിച്ചോണ്ട് പോയതാണ് ഇവക്ക് അടിയായിട്ടുള്ളത്. അത് മിക്കവാറും ആരെയും കൊണ്ട് ഗ്യാസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര അഞ്ഞമ്മ കുറിയൊക്കെ കിടന്ന് വരയ്ക്കും. വിവരമില്ലെന്ന് വെച്ചിട്ട് എന്തും തോന്നിയ ദിവസം വിളിച്ച് പറയാൻ പറയണോ? നീ സ്കൂളിന്റെ വരാന്ത കണ്ടിട്ടില്ല, അത് ഓക്കെയാണ്. പക്ഷെ ആ നാട്ടുകാരെയും കൂടി എന്തിനാണ് നീ അറിയിക്കുന്നേ? വിവരമില്ലായ്മ നീ ഒരു ഘോഷയാത്രയായിട്ട് എന്തിനാണ് കൊണ്ട് നടക്കുന്നേ? കുറച്ച് എളുപ്പം വേണ്ടേ? എന്താ കുട്ടിക്ക് ബോധമില്ലേ? വളരെയധികം സന്തോഷം. പെട്ടെന്ന് ആരെങ്കിലും രേണുവിന്റെ കല്യാണം ഒന്ന് നടത്തിക്കൊടു. അതായത് വേറൊരു വ്യക്തിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ രേണു സുധിയിൽ നിന്നും സുധിയെ വെട്ടി മാറ്റും. പിന്നെ രേഷ്മ ഇപ്പൊ തങ്കച്ചൻ ചേട്ടനെ വെട്ടി മാറ്റിയതുപോലെ രേഷ്മയെ വെട്ടി മാറ്റിയതുപോലെ ഇനി രേണു വേണമെങ്കിൽ വേറെ പേര് തന്നെ ഇടും. രേണു സുധി എന്ന് മാറ്റി വേറെ എന്തെങ്കിലും സുധി എന്നിട്ട്, സുധി എന്നല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ആളുടെ പേരൊക്കെ ഇട്ടങ്ങ് ചേർത്തങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിക്കും. ദയവ് ചെയ്തിട്ട് പെട്ടെന്ന് ആരെങ്കിലും ഇവിടെ ഒന്ന് കെട്ടിയിട്ട് ഡിവോഴ്സ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ ലാസ്റ്റത്തെ ആളുടെ പേരായിരിക്കുമല്ലോ നിൽക്കുന്നത്. അതൊരു സന്തോഷമാണ്. എനിക്കിനി കാണാനും കേൾക്കാനും വയ്യ. എന്റെ സുധിച്ചേട്ടോ എന്തൊക്കെയായിരുന്നു. സുധിച്ചേട്ടന്റെ സ്പ്രേ, സുധിച്ചേട്ടന്റെ ഷർട്ട്. അവളിപ്പം ചിലപ്പോ വേറെ കല്യാണം കഴിക്കടി നല്ലത് തന്നെ. ഞാനും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വേറൊരു കല്യാണം കഴിക്കുന്നത് തെറ്റല്ല. പക്ഷേ പ്രഹസനങ്ങൾ കുറച്ച് കൂടുതലായിരുന്നു. ലക്ഷ്മി നക്ഷത്രം വരുന്നു, സ്പ്രേ എടുക്കുന്നു. അയ്യോ എന്റെ സുധിച്ചേട്ടന്റെ മണം, അത് നിങ്ങൾക്ക് ആർക്കും കൊള്ളൂല. നാറ്റമാ എന്തുവായിരുന്നു, എന്തോന്നാടാ രേണു നീ ഇങ്ങനെ ഇപ്പൊ എങ്ങനെ? അയ്യോ കട്ടായ രേണു, നീ കട്ടായി പോയി. നമുക്ക് ഒന്നേം തുടങ്ങാം ബാ. നീ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചിക്ക്. അതുവരെ രേണുവായിട്ട് തന്നെ നിൽക്കും. രേഷ്മ പി തങ്കച്ചനാവത്തില്ല. എന്തൊക്കെയോ പറയുന്നുണ്ട് കാര്യമായിട്ട്. എന്തായാലും ആരെങ്കിലും ഒന്ന് കല്യാണം കഴിക്കട്ടെ ഇതിന്. മറ്റേ പേരെടുത്ത് അങ്ങ് മാറ്റിട്ട് എന്റെ സുധിച്ചേട്ടാ ആ ഒരു സ്ഥാനം ഒന്ന് നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു. അത് ഇൻഷുറൻസ് കിട്ടണവരെ നിൽക്കണം. അതാണ് രേണുവിന്റെ പുതിയ തന്ത്രം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഷുറൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ലല്ലോ, പിന്നെ അടുത്ത കല്യാണം കഴിക്കാമല്ലോ. ക്യാഷ് കയ്യിൽ വരണമല്ലോടേ. ആൾക്കാരൊന്ന് ചിന്തിക്ക്. ഞാൻ BB കണ്ടസ്റ്റന്റ് ആണ്. ചെറിയ രീതിയിൽ ഞാനൊരു സെലിബ്രിറ്റി ആണ്. ഒരു പട്ടിക്കുഞ്ഞോലെ ഉൾക്കണ്ണത്തിനൊന്നും വരുന്നില്ലെന്നൊക്കെയാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ചെറിയ രീതിയിൽ സെലിബ്രിറ്റിയാണ്. എടി എന്തുവാ നീ, എന്ത് സെലിബ്രിറ്റിയാ നീ? അടിക്ക് ഞാൻ എല്ലാവരും അടിക്കും. ചേട്ടാ സെലിബ്രിറ്റിയാണ് പോലും. സെലിബ്രിറ്റി എന്ത് ക്വാളിറ്റിയിലാണ് നീ സെലിബ്രിറ്റി ആയത്? എനിക്കത് ഇതൊരു പിടി കിട്ടുന്നില്ല. ഞാൻ സെലിബ്രിറ്റിയാണ് പോലും. അയ്യേ അതുല്യ കലാകാരനാ? അതുല്യ ഞാനല്ലേ? അതുല്യ കലാകാരന്റെ വൈഫ് സുധി, കൊല്ലം സുധിയുടെ വൈഫ് എന്നാണ്
നൈറ്റ്. ലേറ്റ് നൈറ്റ് അല്ല, സോറി. അത് തന്നെ പോട്ട്. അതിനെന്താണ് ഈ പറയുന്നവനെന്ത് മാനേജർ വേണം? അത്രേ ഉള്ളൂ. ഇതിനൊക്കെ മറുപടി അതേ പറയാനുള്ളൂ. ഇതിന്റെ മാനേജർ ആർക്കറിയാമോ? മറ്റതാണ് അത് ശ്രീതുവും സജിനി, ഇതൊക്കെയാണ് ഇതിന്റെ മാനേജർ. ഇതാണ് വലിയ സംഭവം പോലെ സംസാരിക്കുന്നത്. എന്തോ നടേ ഇതൊക്കെ, എന്തോ നടേ. അല്പന ഐശ്വര്യം വന്നു കഴിഞ്ഞാൽ അവൻ അർദ്ധരാത്രിയും കുട പിടിക്കും. ഇനി ആരെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് സെക്കൻഡ് അടച്ചു വെച്ചു. എനിക്ക് വേറൊരു പഴഞ്ചൊല്ല് പറയാനുണ്ട്, തൂറാത്തവൻ തൂറുമ്പോൾ തീട്ടം കൊണ്ട് ആറാട്ട്. കേട്ടാ, ഇതൊക്കെയാണ് ചേർന്ന സാധനങ്ങൾ. ഒന്നും പറയാനില്ല. എന്തോ അടേ രേണു, നിന്നെ പറ്റിയിട്ട് നാട്ടുകാർക്ക് ഭയങ്കര മതിപ്പാണല്ലോ. ഇനിയാണ് നമ്മുടെ കലാകാരിയുടെ പുതിയ വീഡിയോ. ഏത് മൂഡ്? വന്ദേ വന്ദേ കേട്ടോക്ക്. ജയ് ഹിന്ദ്. ഓക്കേ, ആയിക്കോട്ടെ. വന്ദേ ഭാരതം. നീ ട്രെയിനിൽ പോകാൻ പോണേ? ട്രെയിനിൽ പോകാൻ പോണ? എന്റെ പൊന്നു രേണു, രാജ്യത്തിനെ അപമാനിച്ചു. നീ മനപ്പുറം അപമാനിച്ചല്ലേ, എനിക്കറിയാം. നിനക്ക് വിവരമില്ല, ബോധമില്ല, പൊക്കോണോ ഇല്ല, സ്കൂളിന്റെ വരാന്ത പോലും കണ്ടിട്ടില്ല. അങ്ങനെ നീ വായിത്തോത്തി വിട്ടിത്തരമാണ് വിളിച്ചു പറഞ്ഞത്. ഓക്കെ, നിന്റെ ഞാൻ കുറ്റം പറയുന്നില്ല. വിവരമില്ലായ്മ, വിദ്യാഭ്യാസമില്ലായ്മ ഒരു കുറ്റമായിട്ട് ഞാൻ കാണുന്നില്ല. പഠിക്കാൻ വിട്ട സമയത്ത് സ്കൂളിൽ പഠിക്കാൻ പോകണമായിരുന്നു, അല്ല പറഞ്ഞാൻ പോയിട്ട് കാര്യമില്ല. അതാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും നിന്റെ വിവരമില്ലായ്മ നിനക്ക് പണി വരും മോളെ, പണി വരും. അണ്ണാക്കി കിട്ടും. ഇനി ഈ വന്ദേ മാതരം ഒന്ന് നിനക്ക് പറയാനും അറിഞ്ഞുകൂടാ. നീ വന്ദേ ഭാരതം ഒന്ന് വിളിച്ചു പറഞ്ഞ്, ട്രെയിനിൽ പോണ കേസാണെന്ന് തോന്നുന്നു. അത് വിളിച്ചു പറഞ്ഞ് അതിനെ തിരുത്തി ഒരാൾ പറഞ്ഞപ്പോൾ നീ അതുപോലെ അക്സെപ്റ്റ് ചെയ്യാതെ ഞാൻ ഇങ്ങനെയും പറയും എന്ന് പറഞ്ഞ് നീ പറയുന്നതാണ് ശരിയെന്നുള്ള രീതിയിൽ നീ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നില്ലേ? അതാണ് നിനക്ക് ഏറ്റവും വലിയ അടി. കേട്ടോ? ഭാരതം പറയാലോ. ഭാരതം പറയാം. ഞാനിപ്പോഴിട്ടതാണ് രാജ്യത്തിന്റെ ഓരോ ഇതിനെ വെച്ചിട്ടാണ് നിനക്ക് ഞാൻ ഇപ്പൊ ഇട്ടതാണ്. നിന്നെയൊക്കെ പിടിച്ച് ജയിലിട്ടിട്ടൊന്നും കാര്യമില്ല. ഷിംജിതയുടെ കൂടെ പോയി കിടക്കും. അവിടെ കിടന്ന് ഷിംജിതയായിട്ട് അടുത്ത് ഗോസിപ്പറക്കുക. അപ്പോട്ട് അത് വിട്. വിവരമില്ലായ്മ ഉണ്ട് രേണു നിനക്ക്, അത് അക്സെപ്റ്റ് ചെയ്യും. അല്ലാണ്ട് വന്നിരുന്നിട്ട് അയ്യോ ഞാൻ അങ്ങനെയും പറയും, ഞാൻ ഇങ്ങനെയും പറയും. ഇവിടെ തെറ്റെന്ന് പറയാം. ഇപ്പൊ ഞാനെല്ലാം തികഞ്ഞവനും എല്ലാം അറിയാവുന്നോ ഉള്ളവനൊന്നും അല്ല. ഞാൻ നാളെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് എനിക്ക് തെറ്റിപ്പോയാൽ ഞാനത് തിരുത്താൻ ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ മറ്റൊരാൾ തിരുത്തി പറഞ്ഞു തന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അല്ലാണ്ട് വന്നിരുന്നിട്ട് ഒരാൾ തിരുത്തിയപ്പോൾ അത് ഞാൻ അങ്ങനെയല്ല അങ്ങനെയും പറയുന്നു. നിന്റെ മറ്റേ പിള്ള കളിയല്ലേ ഇത്? എന്തുവാ ഇത്? വല്ല ഓരോ ബോധം ഉണ്ടാ? ഇല്ലെന്നറിയാം, ചുമ്മാ ചോദിച്ചതാ. വണ്ടേ മാരതകം എന്തോന്നത് നിനക്ക് കളിക്കാനുള്ളതാ? കൊള്ളാലോ രേണു നീ ഇത്. കേസ് ആരെങ്കിലും നിന്റെ പേരിൽ കൊടുത്തു കഴിഞ്ഞാൽ നീ ഇത്ര ഞാൻ കുക്കുറുക്കൊക്കെ വരയ്ക്കും. ജാമ്യം പോലും കിട്ടൂല രാജ്യത്തിന്റെ കേസാവുമ്പോ. പക്ഷെ നിനക്ക് വിവരമില്ലെന്ന് ചിലപ്പോൾ കോടതിക്കും മനസ്സിലാവില്ല. കോടതിയിൽ ജഡ്ജിക്ക് നിന്റെ ഓഞ്ഞ വീഡിയോ കണ്ടോണ്ടിരിക്കലല്ല പരിപാടി. അത് സ്ഥിരമായിട്ട് കണ്ടിരുന്നെങ്കിൽ ജഡ്ജിക്ക് അറിയാൻ പറ്റും ഇത് വിവരമില്ലാത്ത കേസാണെന്ന്. പക്ഷേ ഇതങ്ങനെ അല്ല രേണു. വെള്ളം കുടിക്കും. നിന്റെ പിള്ള കളി ഇതിലല്ല കളിക്കേണ്ട, രാജ്യത്തിന്റെ ഇതിൽ. വന്ദേ ഭാരത്. അതെ, എന്നാലും പറയാം. ഭാരതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ അല്ലേ, അങ്ങനെയും പറയാം. ഓക്കെ രേണു പറഞ്ഞാൽ പിന്നെ വേറെ അപ്പീലില്ല നമുക്ക്. ഓക്കെ, രേണുവാണ് പറഞ്ഞത്. രേണു പറഞ്ഞതുപോലെ തന്നെ. എന്തോന്നടേ ശോകമേ, നിനക്ക് വിവരമില്ലെന്ന് നീ നാട്ടുകാരെ കൊണ്ട് വീണ്ടും എന്തിനാണ് കാണിച്ച് വീണ്ടും ഏറിക്കയറി പോകുന്നത് രേണു? എന്തിയായാലും നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നിന്റെ ആ ഒരു ടാഗ് ലൈൻ മൊത്തത്തില് ഗോൾഡൻ ഡയറീസിലെ ആ കുട്ടി പറയുന്നുണ്ട്. നമുക്ക് കേട്ടു നോക്കാം. അറിയാവുന്ന ഒരു കാര്യമാണ്, ജാനുവരി 26 റിപ്പബ്ലിക് ഡേ ആണെന്നും ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആണെന്നോ സ്വാതന്ത്ര്യ ദിനാണെന്നോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തുടക്കത്തിൽ നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലായിരുന്നു സുധി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു തെറ്റ് പറ്റി, അത് ആക്സെപ്റ്റ് ചെയ്യാം. അത് ചിലവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം. ഓക്കെ, വേണ്ട. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്ത് വിടുവായിത്തരവും പറയുമ്പോൾ അല്ലെങ്കിൽ കുറേ വീഡിയോസ് ഉണ്ട് രേണു എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ആ വീഡിയോസ് എല്ലാം തന്നെ രേണു പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒപ്പിയെടുത്ത് അത് അവർ വൈറലാക്കുന്നു. രേണുവിൻ്റെ നാവിൽ നിന്നും വീഴുന്ന വിഡ്ഢിത്തരങ്ങളാണെങ്കിലും രേണുവിൻ്റെ പേഴ്സണൽ ലൈഫ് നടക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവർ അതങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ ഒഴുക്കി വിടുന്നു. ഒഴുകി നമ്മുടെ കയ്യിലൊക്കെ വരുമ്പോൾ നമ്മളും അതൊന്ന് നോക്കി പഠിച്ച് മനസ്സിലാക്കി നമ്മളും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അതാണല്ലോ കുറച്ച് നാളുകളായിട്ട് നടന്നു വരുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, രേണുവിനോട് ഒരു ഉപദേശമായിട്ടോ എങ്ങനെ വേണമെങ്കിൽ രേണു ഈ ഒരു വിഷയം എടുക്കാവുന്നതാണ്. നമ്മൾ എന്ത് വിടുത്തം എന്ത് കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറഞ്ഞാലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഉരുണ്ട് കളിച്ചോ. പക്ഷേ ആ വിഷയം ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെക്കുറിച്ചാവരുത്, നമ്മുടെ ഭാരതത്തെക്കുറിച്ചാവരുത്. അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ തൻ്റെ നാവിൽ നിന്നും എന്തെങ്കിലുമൊക്കെ അറിവില്ലായ്മ ഒരു കുറ്റമല്ല, അറിവില്ലായ്മ ഒരു കുറ്റമായിട്ട് ആരും കാണുന്നില്ല. പക്ഷേ അറിവില്ലാത്തതുകൊണ്ട് സംഭവിച്ചാണെന്ന് ആക്സെപ്റ്റ് ചെയ്യുക. വന്ദേ മാതരം എന്ന് പറയുന്നതിന് പകരം വന്ദേ ഭാരത് എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഉരുണ്ട് പറിക്കുക. അല്ല അങ്ങനെയും പറയാം, വന്ദേ ഭാരത് എന്ന് പറയാലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഉരുണ്ട് കളിക്കുന്നത് തെറ്റുപറ്റി. അയ്യോ അങ്ങനെയാണോ? ശരി,
എന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുന്നത് ആയിരുന്നു കുറച്ചുകൂടി നല്ലത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കേണ്ടെന്ന് കരുതിയാണ്. പിന്നെ എൻ്റെ ഒരു നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്താണെന്ന് തോന്നുന്നു, എനിക്ക് മെയിലും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഇത് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നു കേട്ടോ. നമുക്ക് എന്തായാലും രേണു പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കാം. ജയ് ഹിന്ദ്. ഓക്കെ, വന്ദേ ഭാരതം. എന്താണ് ഭാരതം എന്ന് പറയാലോ? ഭാരതം എന്ന് പറയാം. ഞാനിപ്പോ വിട്ടോ അല്ല, അങ്ങനെ ഭാരതം എന്ന് പറയാലോ? ഭാരതം എന്ന് പറയാം. ഞാൻ ഇപ്പൊ ഭാരതത്തിനെ പറയുന്നത്. രേണു എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതിനെ എന്നുള്ളതിന്റെ അറിവില്ലായ്മയായിട്ടാണ് എനിക്കിത് തോന്നിയത് കേട്ടോ. ഭാരതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭാരതത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന വാക്കുകളായിട്ട് നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി. ദേശീയഗാനത്തെ അപമാനിച്ചാലുള്ള ശിക്ഷ എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. എന്തായാലും അതിൽ ജാമ്യമില്ല, കുറ്റാണ്. വന്ദേ ഭാരത് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അതൊരു തെറ്റായ ഒരു ഇൻഫർമേഷൻ തെറ്റായ രീതിയിൽ രേണു അത് പറയാണ്. അവിടെ തിരുത്താൻ വേണ്ടിയിട്ട് അത് ചോദിച്ച ആ വ്യക്തി തിരുത്താനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രേണു അത് തെറ്റ് തിരുത്താൻ തയ്യാറല്ല. ഇങ്ങനെ പറയാം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേശീയഗാനം ആലപിച്ചതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഒറ്റ സ്വരത്തിൽ ഇന്ത്യക്കാർ മനസ്സിൽ തട്ടി തവണ പറയുന്ന ഒരു കാര്യമാണ് ജയ് ഹിന്ദ് എന്ന് പറയും, അല്ലെങ്കിൽ വന്ദേ മാതരം എന്ന് പറയും. പണ്ട് സ്കൂളിലൊക്കെ അസംബ്ലിക്കൊക്കെ നിൽക്കുമ്പോൾ കേട്ടു പഠിച്ചതാണ്. ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ പറയുന്നത് കേട്ട് നമ്മളത് ഏറ്റു പറഞ്ഞിട്ടുള്ളതൊക്കെയാണ് എനിക്കിത് പറയുമ്പോൾ ഓർമ്മ വരുന്നത്. പക്ഷേ നമ്മൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ദേശീയഗാനത്തെ അപമാനിക്കുകയാണെങ്കിൽ നമുക്ക് 3 വർഷത്തോളം നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. പിന്നെ അതുപോലെ ജാമ്യമില്ല കുറ്റാണ്, പിഴയുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പൊതുസ്ഥലങ്ങളിൽ വന്നിങ്ങനെ പറയാം, അത് അറിവില്ലായ്മ കൊണ്ടായിക്കോട്ടെ മറ്റെന്തോ ആയിക്കോട്ടെ, പൊതുസ്ഥലങ്ങളിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പറയുകയാണെങ്കിൽ അതിന് ശക്തി കൂടും. പിഴയുടെ അളവാണെങ്കിലും ശിക്ഷയുടെ കാലാവധി ആണെങ്കിലും കൂടിയേക്കാം. അപ്പോൾ ഇതുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ എന്താണ് റിപ്പബ്ലിക് ഇൻഡിപെൻഡൻസ് ഡേ? ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വാതന്ത്ര്യ ദിനം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. അതിനാണ് പറയുന്നുണ്ട് ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത്. അപ്പോൾ ജനുവരി 26 റിപ്പബ്ലിക് ഡേ, അതെന്താണ്? റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്ത ദിവസമാണ്. ജനുവരി 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ അന്നത്തെ ദിവസം റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതായത് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചനം ലഭിച്ചിട്ട് നമ്മുടെ ഒരു പരമോന്നത രാജ്യമായി മാറിയതിൻ്റെ ഓർമ്മയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ റിപ്പബ്ലിക് ഡേ എന്താണെന്ന് അറിയാൻ പാടാത്ത രേണു, നമ്മൾ ബ്രിട്ടീഷിന്റെ ഭരണത്തിലായിരുന്നു ഇന്ത്യ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചനം കിട്ടി ഇന്ത്യ ഒരു പരമോന്നത രാജ്യമായി മാറിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. എന്തായാലും അന്ന് ഗാന്ധി ജയന്തി ആയിരുന്നു എന്ന് പറയാതിരുന്നത് ഭാഗ്യം. പക്ഷേ ഇത് വലിയൊരു തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല, അറിവില്ലായ്മയായിരിക്കാം. പക്ഷെ അത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പറയുമ്പോൾ ഇതിങ്ങനെ നമുക്ക് തെറ്റ് പറ്റിയതാണെങ്കിൽ തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കാനുള്ളൊരു മനസ്സുകൂടി കാണിക്കുക. കാരണം ഇത് നമ്മുടെ ഭാരതത്തെക്കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഇതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മൾ അതിനെ അധിക്ഷേപിക്കുകയല്ല, അറിവില്ലായ്മയായിരിക്കാം. പക്ഷെ അതൊരാൾ തിരുത്താൻ ശ്രമിച്ചിട്ട് പോലും അത് തിരുത്താൻ തയ്യാറല്ലാത്ത രീതിയിലുള്ള രേണുവിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഒരു പക്ഷേ അത് ശിക്ഷ കിട്ടുന്നല്ല പറയുന്നത്, അതിനും വകുപ്പുകളുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഒരു കാര്യം, വന്ദേ ഭാരത് വന്ദേ മാതരം, അതൊരാൾ തെറ്റ് തിരുത്തി തരാൻ ശ്രമിച്ചിട്ട് പോലും തെറ്റ് തിരുത്താനായിട്ട് രേണു തയ്യാറായില്ല എന്നുള്ളതാണ് കേട്ടോ. എടാ, താൻ ആരോടായി പറയുന്നേ? വരാന്ത പോലും കണ്ടിട്ടില്ലാത്തതിൻ്റെ അടുത്തൊക്കെയാണ് പറയുന്നത്. ഇതൊന്നും നന്നാവൂലടേ. ഇതൊക്കെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? അത്രയേ ഉള്ളൂ. ഞാനിതിനൊന്നും കണക്കിലെടുത്തിട്ടില്ല. അറിവില്ലായ്മയും വിട്ടിത്തനവും ബോധമില്ലായ്മയും വേവലമില്ലായ്മയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കണം രേണു. അത്രേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. ഇനി ഈ രേണു, കിച്ചു, ബിഷപ്പ്, വീട് ഇതിനെ പറ്റിയിട്ട് കുറച്ച് ദിവസം മുന്നേ എനിക്കൊരു ഫ്രണ്ട് അയച്ച ഒരു വോയിസ് ഉണ്ട്, ഇൻസ്റ്റയിൽ അയച്ചാണ്. ഞാൻ ആ വോയിസ് ഒന്ന് കൊടുക്കാം, കേട്ടു നോക്കേ. കഴിഞ്ഞ ദിവസം അതിൽ മറ്റേ രേണുസുധിയുടെ ഒരു വീടിനെ സംബന്ധിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ അകത്ത് കിച്ചുവിനെ കുറിച്ചും പറയുന്നുണ്ടല്ലോ. ശരിക്കും ഈ വിഷയം ഇത്രയും വഷളാക്കിയത് കിച്ചു തന്നെയാണ്. പല വീഡിയോകളിലും ഞാനത് കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ട്. കാരണം ഇത് കിച്ചുവിന് കിട്ടിയത് 18 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് കിച്ചുവിന് അത് വില ചെയ്ത് നിർത്താവുന്നേ ഉള്ളൂ. അവൻ്റെ അമ്മയുടെ ഫെയിമും കാശും കണ്ട് അവൻ ഒന്നും മിണ്ടാതെ വായും പൂട്ടിയിരുന്നു. അവനല്ലേ ആ വീട് കൊടുത്തത്, അച്ഛൻ. അപ്പോൾ ആ അച്ഛനെ അപമാനം പറയുമ്പോൾ അവനും കേട്ട് നിന്ന് ആസ്വദിക്കുകയല്ലേ ചെയ്തത്. അവന് കഴിഞ്ഞ ദിവസത്തെ അവൻ്റെ സംസാരത്തിലും അച്ഛനെ ഡയറക്റ്റായിട്ടല്ലെങ്കിലും അവനും ഒരു മോശം രീതിയിലല്ലേ സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും രേണുവിനേക്കാളും പ്രശ്നക്കാർ ഈ കിച്ചു തന്നെയാണ്. ഈ കിച്ചു വായും പൂട്ടിയിരിക്കുന്നത് കൊണ്ടാണ് രേണുവിൻ്റെ കൂട്ടുകാർ ഇത്രയും നെഗളിക്കുന്നത്. അപ്പോൾ ഇവന് സൈഡ് നിന്നും കൊണ്ടല്ലേ, ഇവൻ അവളുടെ ഫെയിമിലും പണത്തിലും നിന്നും കൊണ്ടായിരിക്കും, അതിന് വേണ്ടിയിട്ടായിരിക്കും ഇവനൊന്നും വാതുറന്ന് സംസാരിക്കാത്തത് അല്ലേ. അപ്പോൾ എടുത്തിട്ട് അലക്കേണ്ടത് രേണുവിനെ അല്ല. രേണുവിനെ അലക്കണ്ടെന്നല്ല, അലക്കുന്നതിന് മുമ്പ് ഇവനെതിരെ ഒരു വീഡിയോ എടുത്തിട്ട് ഇവനെ എടുത്തിട്ട് അലക്കണം, എന്നാലേ ഇവൻ വാതുറക്കുള്ളൂ.
അതായത് കിച്ചുവിനെയും കൂടി എടുത്തിട്ട് അലക്കണമെന്നാണ് ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നത്. ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാണ്. ഞാനെടുത്ത് അലക്കി കഴിഞ്ഞാൽ പിന്നെ കിച്ചുവും കാണത്തില്ല, ചുച്ചുവും കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ തൊടാണ്ട് വിട്ടേക്കുന്നത്. എന്തായാലും രേണുസുതി, നിന്റെ അപ്പികളിയും പിള്ളകളിയും നീ ഭാരതത്തിന്റെ കേസിലൊന്നും വന്ന് കളിക്കാൻ നിൽക്കല്ലേ. അവസാനം മൂഞ്ചി തിരിഞ്ഞ് കമ്പി തിരിച്ചാവും, പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പിന്നെ നീ ഇവിടെ കിടന്ന് ഈ കണവണ വർത്താനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എടുത്ത് പഞ്ഞിക്കിട്ടിട്ട് പോവും. ഏത് ജാമ്യമില്ലാത്ത രീതിയിൽ അകത്ത് കിടക്കാം, ഉള്ളി പോയി കിടക്കാം. അവിടെ പോയിട്ട് ഞാൻ രേണുസുതിയാണ്, ബിഗ് ബോസ് താരമാണ്, സുധിച്ചേട്ടന്റെ ഭാര്യയാണ്, ചെലിവരേട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കോടതിയിൽ നീ ചെലിവരേട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. രാജ്യത്തിനെ അപമാനിച്ച് അല്ലെങ്കിൽ രാജ്യത്തിന്റെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വല്ല കണകുണ വാക്കുകൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളെ ഉള്ളേ പോയി കിടന്ന് ഒണ്ട പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല. അവിടെ പോയി കിടക്കാൻ നിനക്ക് എന്തായാലും ഒരു 3-4 വർഷം. പിന്നെ പിഴയൊക്കെ വരുമ്പോൾ വീടും വസ്തുവും വേറെ ആൾക്കാർ കൊണ്ടുപോകും. അതായിരിക്കും അവസ്ഥ കേട്ടാ. അതുകൊണ്ട് കൂടുതൽ കുന്തളിപ്പുകൾ കാണിക്കരുത്. വിവരമില്ലെങ്കിൽ ഇല്ലാത്ത പോലെ ഇരുന്നോ. അല്ലാണ്ട് ഞാൻ വലിയ സംഭവമാണ്. ഇനി ആരെങ്കിലും തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ അതും അക്സെപ്റ്റ് ചെയ്യാണ്ട് കണകുണ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പുന്നാര മോളെ നീ ഏറിപ്പോകുന്നത് പോട്ട് ജയിലിലും പോവും. ഏറിലാണ് ഓൾറെഡി, ജയിലിലും കൂടി ആവാം. ആ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നാൽ അത് ശരിയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ബോധവും വിവരവും പൊക്കണമില്ലാത്ത ഞാനിതൊക്കെ ആരോട് പറയാനാ? പട്ടിയുടെ വാലിൽ പിടിച്ചു ചേർത്തിട്ട് കുഴലിട്ടിട്ട് വല്ല കാര്യമുണ്ടാ? കുഴല് വളഞ്ഞു പോവും. അതേ അവസ്ഥ നടക്കത്തുള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. പുതിയൊരു വീഡിയോ ഇടണം.